doubts and fears and all the things that I can't see. In a world where all the parts feel incomplete, you're the one and only ever constant thing. You make my heart feel alive. You help open up my eyes of all that I've seen come and go. You're like nothing I've known. Hold on to me, I hold on to you. You'll always be one thing I can't lose. നന്മ നിറഞ്ഞ മറിയമേ, ക്രിസ്തു കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സർവ്വശക്തനായ ആകാശത്തിലെ ഭൂമിയിലെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ കർത്താവുമായ ഈശോയുടെ സഹായം ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ പന്തിയോസിന്റെ കാലത്ത് ഇടപെടൽ സഭയ്ക്കപ്പെട്ട് മരിച്ചെടുക്കപ്പെട്ട് പാതാളങ്ങളിൽ നിറഞ്ഞ് ഈ സ്വർഗ്ഗത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ നിരീക്ഷിച്ചു. കാനായിലെ കല്യാണ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീണ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീണില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കോളം നിറച്ചു. ഇനി പകർന്നു കലവറക്കാരനെ അടുത്തു കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ മീനായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന താരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് ഇനി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ്. ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തൻ്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർന്നഹൂമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു.
second hand to New Year's resolutions, and there's just no question what this man should do. Take all the time lost, all the days that I cost. Take what I took and give it back to you. All this time we were waiting for each other. All this time I was waiting for you. We got all these words, can't waste them on another. So I'm straight in a straight line, running back to you. I don't know what day it is, I had to check the paper. I don't know the city, but it isn't home. Will you say I'm lucky to love something that loves me? But I'm torn as I could be wherever I സെബാസ്റ്റിന്റെയും ആരീസിന്റെയും ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വിവാഹ തീരുമാനത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. ഈ ഒരു കൂദാശയിലേക്ക് എബിനെയും ജാൻസലറ്റിനെയും സെബാസ്റ്റിനെയും ആരീസിനെയും ഓർത്തുകൊണ്ട് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ മക്കളുടെ ജീവിതത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കാനായിട്ട് നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഹൃദയം തമ്പുരാനോട് ചേർത്ത് വെക്കാം. ഇനി ബലിമതിയിലായിരിക്കുമ്പോൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. ഗുരുവിൻ സ്നേഹമോടിയാകും കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായ ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശയോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പൃഥ്വിയെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷയുടെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രികളെല്ലാം ആന്തരികമാകുന്നു, അവളുടെ മേലങ്ങി പൊന്നുപോകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവൾ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും നിന്റെ നാമം അനുസരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ആദരിക്കുന്ന മനുഷ്യർ ഇപ്രകാരം അനുഗ്രഹീതരാകും. കർത്താവ് സിഹ്യോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവൻ ഓസ്ലേമിന്റെ നന്മ നീ കാണട്ടെ. മക്കളുടെ മക്കളെ കാണാൻ നിനക്കിടവരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നീക്കും ഞങ്ങളുടെ രക്ഷയുടെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ട് അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗ്രഹിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അരുൾ ചെയ്ത മിശിഹാ, കർത്താവേ, സത്യമായ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പണവും കടപ്പെട്ടവരാകുന്നു. സകലത്തിലെയും നാഥ എന്നേക്കും. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്ന ഡിസ്പീനായി പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും മറുപടമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ തോന്നുകയും ചെയ്യണമേ. പിതാവുപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
ആമേൻ. എന്റെ സഹോദരനെ വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം എപ്പോഴും എല്ലാവരെയും പ്രതിയും നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ നാമത്തിൽ ദൈവപിതാവിനെ അർപ്പിക്കുകയും മിശിഹായോട് ആനന്ദത്താൽ നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുകയും ഭാര്യമാരെ ഭർത്താക്കന്മാരോട് കർത്താവിനോട് എന്നതുപോലെ ആയിരിക്കും. എന്തെന്നാൽ മിശിഹ സഭയുടെ ശരീരമായിരിക്കുന്നത് പോലെ പുരുഷൻ ഭാര്യയുടെ ശരീരത്താണ്. ഈശോ തന്നെ ശരീരത്തിന്റെ രക്ഷകനും. സഭ മിശിഹായ്ക്ക് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാരും എല്ലാ കാര്യങ്ങളും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹ സഭയെ സ്നേഹിക്കുകയും അവളെ പ്രതി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് പോലെ ഭാര്യമാരെ സ്നേഹിക്കുകയും അത് ജനങ്ങളുള്ള മാമോദിസ വഴി അവളെ ശുദ്ധീകരിച്ച് വചനത്താൽ വിശുദ്ധീകരിക്കേണ്ടതാണ്. അങ്ങനെ അവൻ മഹത്വപൂർണ്ണയായ സഭയെ കടയോ ചുളിവോ അതുപോലെ മറ്റെന്തെങ്കിലുമോ ഇല്ലാത്തവരായി തനിക്ക് തന്നെ സമ്മാനിക്കുവാൻ പരിശുദ്ധയും കണക്കരുതയും ആകുവാനാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തിൽ നിന്നുപോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. കാരണം ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. സഭയെന്നതുപോലെ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നമ്മൾ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരുകയും രണ്ടുപേരും ഒരു ശരീരമാവുകയും ചെയ്യും. ഇത് ഒരു മഹത്തായ രഹസ്യമാണ്. ഞാനെന്ന് പറയുന്നത് മിശിഹായോടും സഭയോടും ബന്ധപ്പെടുത്തിയാണ്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഭാര്യയെ എന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയാണ്. Waiting for each other. All this time I was waiting for you. Look out, all these words can't waste them on another. So I'm straight in a straight line, running back to you. Yeah, oh, running back. മർക്കോസിന്റെ സുവിശേഷം അധ്യായം 10 വചനം 9. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദിവസത്തിന്റെ വിശിഷ്ട വ്യക്തികൾ, എബിൻ ജോൺസൺ, നിങ്ങൾക്ക് ഈ ദിവസത്തിന്റെ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ഒത്തിരി സ്നേഹത്തോടുകൂടി നിങ്ങൾക്ക് നേർന്നുകൊള്ളുന്നു. ഇന്ന് തിരുസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ, കുർബാനയ്ക്ക് വേണ്ടി വന്നപ്പോൾ നിങ്ങളുടെ മുഖത്ത് വിരിഞ്ഞ ഒരു പുഞ്ചിരി ഞാൻ ശ്രദ്ധിച്ചിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു പുഞ്ചിരി നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിലനിർത്തട്ടെ എന്ന് ഞങ്ങൾ ഒത്തിരി സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സഭയുടെ പ്രതിനിധികളായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങളുടെ മുഖത്ത് കണ്ട പുഞ്ചിരി അത് ഞങ്ങൾക്ക് തരുന്ന ഒരു വാഗ്ദാനമുണ്ട്. കാരണം ഇന്ന് ഈ സഭയിൽ ഒരു പുതിയ കുടുംബം ജന്മം കൊള്ളുമ്പോൾ അതിന് സാക്ഷികളായി ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം സന്തോഷിക്കുന്നു. ഒത്തിരി പ്രതീക്ഷയോടുകൂടി ഇന്ന് ഈ 9 വേറെ 2 അച്ഛന്മാരപ്പുറത്തുണ്ട്, 11 വൈദികരും നിങ്ങളുടെ മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും ബാക്കി ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും നിങ്ങളെ ഈ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം ഞങ്ങൾ നിങ്ങളെ ഓർത്ത് സന്തോഷിക്കുകയും ഒത്തിരി പ്രതീക്ഷകൾക്ക് ഇവിടെ ജന്മം നൽകുകയും ചെയ്യുകയാണ്. നിങ്ങൾ കണ്ടുകൂടി വിവാഹം തീരുമാനിച്ചു. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കേണ്ട കാര്യം തന്നെയാണ്, നിങ്ങൾ സ്വപ്നം കാണുന്നതിന് മുമ്പ് തന്നെ നിങ്ങളെ കുറിച്ച് സ്വപ്നം കണ്ടവരാണ് അല്ലേ? അപ്പൊ ആ ദൈവത്തിന്റെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഇന്ന് ഈ ഉദാശയോടെ ഈ ദേവാലയത്തിൽ വെച്ച് വിവാഹമാണ്. സഭ പറയുന്ന സഭയുടെ ചെറിയൊരു പതിപ്പാണ് ഒരു കുടുംബം. അതുകൊണ്ട് തന്നെ ഈ വിവാഹം എന്നുള്ള ഉദാശയെ സഭ പറയുന്ന ഒരു ഉടമ്പടിയാണ്. ഇപ്പോൾ എന്താ ഉടമ്പടി?
ഉടമ്പടി എന്ന് പറയുമ്പോൾ ദൈവവും മനുഷ്യനുമായിട്ടുള്ള അഭേദ്യമായിട്ടുള്ള ബന്ധത്തിന്റെ പ്രതീകമായിട്ടാണ് ഉടമ്പടിയെ കണ്ടത്. അപ്പോൾ അതിന്റെ പ്രതീകമായി ഇസ്രായേൽ ജനവും ദൈവവുമായിട്ടുള്ള ഉടമ്പടി സ്ഥാപിച്ചതിന് ശേഷം മോശ അവരുടെ മേലെ കുഞ്ഞാടിന്റെ രക്തം തളിക്കുന്നതായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. രക്തം എന്നുള്ളത് ജീവന്റെ പ്രതീകമാണ്. അപ്പൊ ഓരോ ഉടമ്പടിയും ഉറപ്പിക്കുമ്പോൾ ദൈവവും മനുഷ്യനും തമ്മിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് നിങ്ങളുടെ ജീവന്റെ വിലയായിട്ട് നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെന്നുണ്ട്. അപ്പൊ ഇന്നത്തെ നിങ്ങൾ എടുക്കാൻ പോകുന്ന ദൈവം ഈ വലിയൊരു ഉദാശ നിങ്ങളുടെ ജീവന്റെ വിലയായിട്ടാണ് നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതെന്ന് തിരിച്ചറിയുന്നത്. അപ്പൊ ഇതൊരു സാധാരണ ഒരു ഒരു നമ്മുടെ നമുക്കൊരു കലാപരമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റില്ല. കലാമാണ്. നിങ്ങൾ ഇതിനു ശേഷം സിവിൽ നിയമപ്രകാരം പോയി അത് സിവിൽ നിയമപ്രകാരം ചെയ്യണം. പക്ഷേ അത് ദൈവിക നിയമം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ ഹൃദയത്തിൽ ചേർന്ന നിയമമായിട്ട് കാരണം കലാപൊക്കെ ഒരു രണ്ട് വ്യക്തികളിൽ ആരെങ്കിലും ഒരാളുടെ കലാപമായിട്ട് ഒരു ഇഷ്ടക്കാരുടെ പക്ഷേ ഈ വിവാദത്തിനുള്ള ഉടമ്പടി ഒരിക്കലും അതുകൊണ്ട് തന്നെയാണ് തിരുസഭ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഒരിക്കലും മുക്തിപ്പെടാത്ത ഐക്യത്തിന്റെ അടയാളമാണ് ഈ വിവാഹം. ഈശോ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് നിങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടാകുന്നു, അതുകൊണ്ട് ഇത് യോജിപ്പിച്ചത് ഞാനാണ്. അപ്പോൾ ഇത് വേർപെടുത്താനുള്ള അവകാശം എനിക്ക് മാത്രമാണ്, ദൈവം. പക്ഷേ അത് നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് വരുന്നതാണ് ഇന്ന് പലപ്പോഴും പ്രശ്നത്തിലേക്ക് വരുന്നത്. നിങ്ങളുടെ നമ്മുടെ ജീവിക്കുന്ന കാലത്ത് കാണാൻ സാധിക്കും വിവാദത്തിന്റെ അഭേദത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും അതിന്റെ ആ ഒരു ഐക്യത്തെ ഉൾപ്പെടുത്തുന്ന അനേകം സംഭവങ്ങൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോവുകയാണ്. നിസ്സാര കാര്യങ്ങൾ പോലും തമ്മിൽ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ മുന്നിലൂടെ കടന്നു വിവാഹ ദിവസം തന്നെ വേറെ ചെയ്യാനുള്ള തീരുമാനമെടുക്കാറുണ്ട്. ഞാൻ കൗൺസിലിംഗ് വിശേഷിക്കാൻ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതിന്റെ ആഴത്തിലേക്ക് വിവാഹയുടെ പവിത്രയുടെ ആഴത്തിലേക്ക് പലപ്പോഴും കടന്നു ചെല്ലാൻ സാധ്യതയുള്ളത്. ഒരു 5 പ്രധാന കാര്യങ്ങൾ ഇതിൽ നോക്കാറുണ്ട്. ഏറ്റവും ആദ്യത്തെ കാര്യം നിങ്ങൾ ഇതിൽ ഒരു വിശ്വസ്തത. ഈ വിശ്വസ്തത ഫിഡിലിറ്റി അത് ഏറ്റവും നിസ്സാരമായിട്ട് നമുക്ക് ഇതിനെ എങ്ങനെ താമസിക്കുന്നുണ്ടെന്ന് ഉൾക്കൊള്ളിക്കുള്ളൂ. നിങ്ങളുടെ എല്ലാ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കുദാശ യോഗ്യതയോടുകൂടി പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സാക്ഷികള് സെബാസ്റ്റ്യൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ആനീസിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? ആനീസ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ സെബാസ്റ്റ്യനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും.
അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കമായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. കല്യാണരൂപനാകും ഈശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മണ്ണിനെ വിണ്ണോട് ചേർക്കാം കല്യാണരൂപനാകും ഈശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സർവ്വത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ലിയോ പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്
റാഫേൽ മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനും മെത്രാപ്പോലീത്തായ്ക്കും ഞങ്ങളുടെ പിതാവും ദുരാധ്യക്ഷനും പുരോഹിതന്മാർ, സംസ്ഥാനന്മാർ, സമർപ്പിതന്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവേ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കുർബാനയിൽ അവിടെ താമസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾ കടകളെ വർദ്ധിക്കും പാവനമോചനത്തിനും മരിച്ചവരുടെ ഉറപ്പിലുള്ള വലിയ വ്യത്യാസയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിലും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, ഞങ്ങളെ ഉറയ്ക്കത്ത വിധം എന്നോട് ദയതോന്നണമേ. ഞങ്ങളെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകും. നിങ്ങൾ തീർത്തും യോഗ്യരാകുന്നു. എങ്കിലും സത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളെ കർത്താവിശ്വമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ പുസ്തകം നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാഭാവമോ അതിനോഷ്യം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. അങ്ങയുടെ രാജ്യമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴുവാനിടയാകരുത്, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.
ജീവനം ജീവിതവും പൊന്നു സ്നേഹമേ ആശയും പ്രതീക്ഷയും നീ മാത്രം തുല്യത്തിൽ പരിശുദ്ധമാകുമേ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന് നായകനായ മാർ യോസേഫിന്റെയും മധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിനെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളിയാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന ഉദാശിയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കുദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്തെ സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വാഗതം ചെയ്യുന്നു. ദേവാലയത്തിലെ അനുഗ്രഹീതമായ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ചെയ്യുന്നുണ്ട്. കൊല്ലത്തിൽ എത്തിയ ചൈനീയ മ്യൂസിക് ബാൻഡിൽ നിന്നുള്ള മെലോഡിയസ് മ്യൂസിക് പെർഫോമൻസ് അതോടൊപ്പം തന്നെ സ്റ്റേജിന്
ബ്യൂട്ടിഫുൾ ആൻഡ് കേരളത്തിൽ ലുക്ക് നൽകിയിരിക്കുന്നത് വേറെ ആരുമല്ല ചന്ദ്രപുരത്തിന്റെ ടോം സിമെന്റ്സ് ആൻഡ് കിങ്സ് ആണ്. ആൻഡ് ഇത് സൗണ്ട് ചെയ്തിരിക്കുന്നത് ചൈനാടൻ സൗണ്ട്സ് ആണ്. ആൻഡ് കൊറിയോഗ്രാഫി ആയിട്ട് ഇരിക്കുന്നത് So, once again, great warm welcome to each and everyone to beautiful running reception of Emil and Jackson. ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഓഡിറ്റോറിയത്തിന് പുറത്തുള്ള ഗസ്റ്റുകൾ എല്ലാവരും അകത്തേക്ക് കടന്നിരിക്കണമെന്ന് ഏറെ സ്നേഹത്തോടെ റിക്വസ്റ്റ് ചെയ്യാണ്. Emil and Jackson, first of all, congratulations both of you. എനിക്കറിയാം ഈ രണ്ടുപേർക്ക് സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ഒരു ആവശ്യമില്ല. ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സ് തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും ഒഫീഷ്യാലിറ്റിയുടെ ഭാഗമായി let me introduce this gorgeous couple. Let me begin with our very handsome groom, Emil Thonakara Saji. Emil Thonakara കുടുംബാംഗമാണ്. Proud son of Mr. Saji and Miss Jolly. Saji Jolly ദമ്പതികളുടെ മൂത്ത മകനാണ് Emil. Emil ന്യൂസ് ലെറ്റർ റീജിയണൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാണ്. So ladies and gentlemen, നല്ലൊരു കൈ കൊടുക്കാലോ. ആരേലും വന്ന് മൈക്ക് പോക്കറ്റിൽ എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഗസ്റ്റുകൾക്കും ഇതിനെ അത്യാവശ്യം നന്നായിട്ട് അറിയാമായിരിക്കും. ഇവിടെ ഈ ദിവസം ഈ ഒരു ഫാമിലിയിലെ കുട്ടികളായി എത്തിയിരിക്കുന്ന ഈ ഒരു സുന്ദരി കുട്ടി ആരാണെന്ന് അറിയാൻ എല്ലാവരും ക്യൂരിയസ് ആയിരിക്കും. സോ ഓൾ അബൌട്ട് ദി ലവ്ലി ലേഡി ഓവർ ഹിയർ, Jackson Joseph. She is member of Joseph family, proud daughter of Mr. Joseph and Miss Nizama. Jackson മൂന്ന് മക്കളിൽ ഇവരെ മക്കളാണ്. Jackson ന്യൂസ് ലെറ്റർ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യുന്നു. So first of all, Jackson, a warm welcome to the family. Yes, നല്ലൊരു ബ്ലെസ്സിംഗോടുകൂടി ജാക്സണിന് നല്ലൊരു കൈ കൊടുക്കാമോ? Yes, എനിക്കറിയാം ഒത്തിരി പ്രാർത്ഥിച്ചു ഒരുങ്ങി ആഗ്രഹിച്ച് ഇന്നേ ദിവസത്തിനായിട്ട് രണ്ടുപേരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആൻഡ് ഫൈനലി ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഇത്രയും വലിയ ഓഡിയൻസിന്റെ മുമ്പിൽ രണ്ടുപേരും നിൽക്കുകയാണ്. സോ
രണ്ടുപേരും കൊന്നു തോന്നും. അപ്പൊ ഫീൽ ലൈക്ക് now. ഒരുപാട് സന്തോഷം. ഒരുപാട് ആഗ്രഹിച്ച് എന്നെ സമർപ്പിച്ചത് എന്ന് പറയുന്നു. സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചോടെ എത്തിച്ചേർന്ന എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അനുഗ്രഹിക്കും. നല്ലൊരു അനുഗ്രഹിച്ചുകൊണ്ട് എനിക്കറിയാം ഈ രണ്ടു പേര് മാത്രം ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. ഈ ഒരു സ്റ്റേജില് കുറച്ചധികം ആൾക്കാരും കൂടി എത്തിയാൽ മാത്രമേ ഈ ഒരു മൂവ്മെന്റ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. സോ ആദ്യമേ തന്നെ ഇതിന്റെ ഫാമിലി മെമ്പേഴ്സിനെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ പപ്പേനെയും അമ്മേനെയും വേറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. Ladies and gentlemen, please put your hands together to welcome Mr. Sachi and Ms. Dorian. രണ്ടുപേരും ഒരുമിച്ച് ഒന്ന് കൈ പിടിച്ച് വരാമോ? യെസ്, നല്ലൊരു കൈ കൊടുക്കാമോ? സോ അതിനെ തന്നെ ജാൻസിന്റെ അമ്മ ഡിസംബർ ആന്റി ഏറെ സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ അമ്മ ജോസഫ് അങ്കിൾ തന്നെയാണ്. ജോസഫ് അങ്കിളുടെ ഈ ഒരു മൂവ്മെന്റില് അനുസ്മരിക്കുന്നു. സോ ഇനി അടുത്തതായി ജാൻസിന് രണ്ട് സിസ്റ്റേഴ്സ് ആണുള്ളത്, രണ്ട് ചേച്ചിമാരുള്ളതാണുള്ളത്. സോ now I would like to invite Jackson's gorgeous sister Joseph and her husband Mr. Febin Tommy along with the beautiful blessings Nathan and Dorian onto the stage. Your beautiful family ne ere snehatoടെ സ്റ്റേജിലേക്ക് invite ചെയ്യാണ്. Yes, Nathan is extremely happy. I am happy ആയിട്ടാണ് Nathan Dorian വരുന്നത്. Yes. Oya, Jilt, Febin and family UK is in Tamil. Jilt is registered nurse and Febin is software engineer in UK. Finally, Jan's beautiful sister, Jisnet Josephineയും her husband, Prince Stanleyയെയും അവരുടെ beautiful blessing ആയ ഇസ്ലിയോ ബേബിയെ വേറെ സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഈ ഒരു ഫാമിലി നല്ലൊരു പേരോട് നമുക്ക് സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്താലോ? യെസ്, എങ്ങനെ വന്നാലും ഈ രണ്ട് ഫാമിലിക്കും ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു മൂമെന്റ് ആണ്. കാരണം എബിന്റെ ഫാമിലിയിലെ ആദ്യത്തെ മാരേജ് ആണ് ആൻഡ് ജാൻസിന്റെ ഫാമിലിയിലെ ഏറ്റവും ഇളയ മകളുടെ മാരേജ് കൂടിയാണ്. സോ രണ്ട് ഫാമിലിക്കും ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു മൂമെന്റ് കൂടിയാണ്. സോ ഈ ഒരു ബ്യൂട്ടിഫുൾ മൂമെന്റ് നമുക്ക് ഇപ്പോൾ ക്യാപ്ചർ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഒഫീഷ്യൽ ഫംഗ്ഷനിലേക്ക് ചെണ്ടൻ കുട്ടി കാത്തിരിക്കും നേരം വന്ന് ചില്ലം ജില്ലാല കൊണ്ടൻ ഉള്ളിൽ കുത്തും പെണ്ണാണേ, ഒരു കൊട്ട സ്വപ്നം തന്നോരോമൽ മുത്താണേ, ഞാൻ പണ്ട് കച്ചൻ കെട്ടി ആശപ്പും കൊട്ടാരം വിണ്ണോരം മുട്ടിയിലെ ചിങ്കാരപ്പട്ടും ചുറ്റിച്ചേലിൽ വട്ടപ്പൊട്ടും കുത്ത് പിന്നു കെട്ടിക്കൊണ്ടേ പോകാം ചില്ലം ചില്ലാന.
മാനത്തെ മൈനെ നിൻ പേരെ കൊഞ്ചാറുള്ളൂ, നീ എന്നൊരാളെ എൻ കണ്ണിൽ മിന്നാനുള്ളൂ. ആകാശം വീശുന്നുണ്ട് മേഘത്തുവാല, പാടാനി ഞാനില്ലേ ജില്ലം ജില്ലാല.
നല്ലൊരു കൈ കൊടുക്കാലോ. ഹേതാലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? ഹേതാലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? കാതോരം കന്നിക്കുറുമ്പേ മൂവന്തിത്തേരിൽ പാടാനായി നീയും പോരാമോ? കണ്ണാടി കണ്ണിൽ ഒരു മിന്നാരം കണ്ടേ സിന്ദൂരച്ചേരോടെ പോരു പെണ്ണാളെ കാത്തിരുന്നതല്ലേ കാത്തുവെച്ചതല്ലേ കാത്തിരുന്നതല്ലേ കാത്തുവെച്ചതല്ലേ ഓർത്തു വന്നതല്ലേ ഞാനും പെണ്ണാളെ കാത്തിരുന്നതല്ലേ കാത്തുവെച്ചതല്ലേ ഓർത്തു വന്നതല്ലേ ഞാനും പെണ്ണാളെ മണ്ണിൽ വീഴും പോലെ മിന്നാരം മിന്നും നീല കണ്ണിൽ കണ്ടനോ താണിറങ്ങി വന്നേ താരകങ്ങളെല്ലാം താണിറങ്ങി വന്നേ താരകങ്ങളെല്ലാം താളമിട്ട് തന്നേ ഓമൽ പെണ്ണാളെ താണിറങ്ങി വന്നേ താരകങ്ങളെല്ലാം താളമിട്ട് തന്നേ ഓമൽ പെണ്ണാളെ ഒന്നാമ്പൽ പൂവും നിന്നോടിഷ്ടം കൂടാനെത്തും മാലാഖേ വായോ നീയും മായ പൊന്മാനേ തനുമന ചുറ്റാകിൽ മിലു ഹസ്കേ പൂവ് ബജാവോ രേ